അത്യന്തം നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിലേക്ക് പോകുമ്പോൾ മറ്റൊരു മുഖ്യമന്ത്രി കൂടി ഇ ഡി റഡാറിലുണ്ട്. ഏത് നിമിഷവും ഒരു അറസ്റ്റിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം ഹേമന്ത് സോറന്റെയും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ഇപ്പോഴുള്ള നീക്കങ്ങൾ സമാനമായ നീക്കമാണ്. ഹേമന്ത് സോറൻ എട്ടാമത്തെ സമൻസ്, അതായത് ഇ ഡി സമൻസ് അയച്ച് നേരത്തെ ഹാജരാകാതിരിക്കുകയും എട്ടാമത്തെ സമൻസിന് ഹാജരാകുകയും ഒമ്പതാമത്തെ സമൻസ് ആയപ്പോഴേക്കും സ്വകാര്യ ആവശ്യമെന്ന് പറഞ്ഞ് മുങ്ങുകയും ചെയ്തു. പിന്നീടാണ് ഹാജരാകുകയും തുടർന്ന് അറസ്റ്റിലേക്ക് നീങ്ങി. അരവിന്ദ് കെജ്രിവാളിന് 5 സമൻസുകളാണ് ഇതുവരെ ഇ ഡി അയച്ചത്. ഇതുവരെ അദ്ദേഹം ഹാജരായിട്ടില്ല. ഈ 4 സമൻസിനും അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തിരക്കിലാണ് എന്നാണ് പറഞ്ഞത്. 5ാമത്തെ സമൻസിന്റെ സമയം അടുത്തു വരുന്നൊരു സാഹചര്യം. ഈ സമൻസും കൂടി തള്ളിക്കളയും ഹാജരാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇ ഡിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം ഇ ഡിയുടെ നിയമം അനുസരിച്ച് PMLA സെക്ഷൻ 19(1) അനുസരിച്ച് നിരന്തരം സമൻസ് അയച്ചിട്ടും അതിന് ഹാജരാകാതിരിക്കുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാമെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് വാക്കാലല്ല രേഖാമൂലം അറസ്റ്റ് ചെയ്യേണ്ട കാരണം, എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള കാരണം ഈ ആളുകൾ വ്യക്തമാക്കി കൊടുക്കേണ്ടതുണ്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം ഒരു കേസല്ല, ഏതാണ്ട് പല ഭാഗത്തായിട്ട് ഈ കുറ്റപത്രത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പല പല ഗൂഢാലോചനയിലും അഴിമതിയിലും എടുത്തു പറയുന്നുണ്ട്. അതിൽ 45 കോടി ഗോവ പ്രചരണത്തിനായിട്ട് ഈ മദ്യമാഫിയയുടെ നിന്ന് വാങ്ങി ചെലവാക്കിയത് തുടങ്ങി മൊത്ത വ്യാപാരികൾക്ക് വേണ്ടി ചില ഇളവുകൾ നൽകുന്നതിന് വിളങ്ങിയ കൈക്കൂലി തുടങ്ങി അങ്ങനെ വലിയ രീതിയിൽ മദ്യ കുംഭകോണത്തിൻ്റെ പല വഴികൾ പോകുന്നു. അതായത് അരവിന്ദ് കെജ്രിവാൾ ഒരു കേസിലല്ല പല കേസിൽ പെട്ടുകിടക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ ഹേമന്ത് സോറന് ശേഷം അടുത്തത് ജയിലിൽ പോകുന്ന വ്യക്തിയും അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും. നമുക്കറിയാം ഹേമന്ത് സോറൻ തൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു ശ്രമം നേരത്തെ നടത്തിയിരുന്നത് പോലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നൊരു മുദ്രാവാക്യം ഈ ആം ആദ്മിയുടെ നേതാക്കൾ പലപ്പോഴും പറയുന്നുണ്ട്. ഏതായാലും ഹേമന്ത് സോറിന് പിന്നാലെ അടുത്തത് കേജ്രിവാൾ ആണോ എന്നുള്ളൊരു സംശയം ഉയരുമ്പോൾ നിയമവിദഗ്ധർ പറയുന്നു സമൻസിന് ഹാജരായില്ലെങ്കിൽ ഇ ഡിക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ കേരളത്തിലും സമൻസ് അയച്ച് ഹാജരാകാത്തവർക്ക് ഈ നിയമം ബാധകമാകുമോ എന്നറിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.